ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂദാശകൾ കൃപയുടെ നീർച്ചാലുകൾ എന്ന പുസ്തകത്തിലെ 2-ാം അധ്യായം പരിശുദ്ധ ത്രിത്വം അഥവാ ത്രിയേക ദൈവം എന്ന പാഠഭാഗമാണ് നാം ഇന്ന് കാണുന്നത്. ത്രിത്വം, ത്രീ എന്നാൽ എത്രയാണ്? 3. ഏകം എന്നാലോ 1. ത്രീ ഏകം എന്നാൽ 3 പേർ ചേരുന്ന 1. നമുക്ക് എത്ര ദൈവമാണുള്ളത്? ഒരു ദൈവം. ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? 3. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ഒരു ദൈവം. അതാണ് നാം പറയുന്നത് പരിശുദ്ധ ത്രിത്വം അഥവാ ത്രിയേക ദൈവം. പരിശുദ്ധ ത്രിത്വത്തിനും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളിലുമുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്താണ്? പരിശുദ്ധ ത്രിത്വത്തിലും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളിലുമുള്ള വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്താണ് രക്ഷാകര പ്രവർത്തനങ്ങൾ? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം ചെയ്ത പ്രവർത്തനങ്ങളാണ് രക്ഷാകര പ്രവർത്തനങ്ങൾ. പരിശുദ്ധ ത്രിത്വം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു മഹാരഹസ്യവുമാണ്. അതിനാലാണ് സഭാപിതാവായ മാർ അപ്രയം പറയുന്നത്, ഒരു ദൈവം, 3 ആളുകൾ, 3 വ്യക്തികൾ, ഒരു ദൈവത്വം, ഒരു ശക്തി, ഒരു രാജ്യം. ഒരു ദൈവമാണുള്ളത്. ആ ദൈവത്തിൽ 3 ആളുകൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേർക്കും കൂടി ഒരു ദൈവത്വം, ഒരു ശക്തി. പിതാവിന് ശക്തി കൂടുതലും പുത്രന് ശക്തി കുറവും അങ്ങനെയുണ്ടോ? ആർക്കെങ്കിലും ശക്തി കൂടുതലോ കുറവോ ഉണ്ടോ? ഇല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ ശക്തിയാണ്. പിതാവിനൊരു രാജ്യം, പുത്രനൊരു രാജ്യം, പരിശുദ്ധാത്മാവിന് വേറൊരു രാജ്യം, അങ്ങനെയുണ്ടോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടി ഒരേ ഒരു രാജ്യം. ദൈവത്തെ നമ്മൾ ആരെങ്കിലും സൃഷ്ടിച്ചതാണോ? അല്ല. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? ദൈവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം ത്രിത്വമാണെന്ന് നാം അറിയുന്നത്. പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാനാണ്, അവിടുത്തെ സ്നേഹം നമുക്ക് അനുഭവവേദ്യമാക്കി തരാനാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. തന്റെ ഈ ലോക ജീവിതകാലത്തിൽ യേശു പറഞ്ഞതായി വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ഞാനും പിതാവും ഒന്നാണ്. ഞാൻ ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവും പിതാവും ഒന്നാണ്. തുടർന്ന് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമ്മിലേക്ക് അയക്കുകയും ചെയ്തു. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുകയും ചെയ്തു. 3 പേരുമായില്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ സുവിശേഷങ്ങളിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ യേശുവിന്റെ മാമോദീസായിലാണ് പരിശുദ്ധ ത്രിത്വം ആദ്യമായി വെളിപ്പെടുത്തപ്പെടുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാനത്തെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കെ അവനും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ജ്ഞാനസ്നാനം സ്വീകരിക്കാനായി യേശു വന്നു. യേശു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നു. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു: നീ എന്റെ പ്രിയപുത്രൻ,
പ്രസാദിച്ചിരിക്കുന്നു. ആ സ്വരം ആരുടേതാണ്? പിതാവായ ദൈവം സ്വരമായും പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിന്റെ രൂപത്തിലും അവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. രണ്ടാമതായി പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തപ്പെടുന്നത് യേശുവിന്റെ രൂപാന്തരീകരണ സമയത്താണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: 6 ദിവസങ്ങൾക്ക് ശേഷം അവൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവിടെ വെച്ച് രൂപാന്തരപ്പെട്ടു. തുടർന്ന് 7-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു മേഘം അവനെ ആവരണം ചെയ്തു. ആ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരെ ആവരണം ചെയ്ത മേഘം ആരാണ്? പരിശുദ്ധാത്മാവായ ദൈവം. മേഘത്തിൽ നിന്ന് കേട്ട സ്വരം ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെത്. യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിന്റെ രൂപത്തിലാണ് വെളിപ്പെടുത്തപ്പെട്ടതെങ്കിൽ, യേശുവിന്റെ രൂപാന്തരീകരണ വേളയിൽ പരിശുദ്ധാത്മാവായ ദൈവം ഒരു മേഘമായാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയിലും ശിഷ്യന്മാരിലും പരിശുദ്ധാത്മാവായ ദൈവം തീനാവുകളുടെ രൂപത്തിലാണ് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അടയാളങ്ങളാണ് പ്രാവ്, ജലം, അഗ്നി, മേഘം തുടങ്ങിയവ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധീകരിക്കുന്നതിനായി വൈദികൻ ജലം ഉപയോഗിക്കുന്നത്. മാമോദീസ സമയത്ത് ജലം ഒഴിക്കുന്നതും ഭവനാശീർവാദ സമയത്ത് ജലം തളിക്കുന്നതുമൊക്കെ പരിശുദ്ധാത്മാവിനാൽ സാധ്യതമായ രക്ഷയെ, വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കാനാണ്. പരിശുദ്ധ ത്രിത്വം മൂന്നാമതായി വെളിപ്പെടുത്തപ്പെടുന്നത് യേശു ശിഷ്യന്മാരെ ദൗത്യം നൽകി അയക്കുന്ന വേളയിലാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 തിരുവചനങ്ങളിൽ നമുക്കിത് കാണാം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. യേശു വളരെ കൃത്യമായി പറയുന്നുണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിനെന്ന്. പരിശുദ്ധ ത്രിത്വം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു രഹസ്യമാണെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ത്രിയേക ദൈവമാണ്. നാം മാമോദീസ സ്വീകരിക്കുന്ന വേളയിൽ വൈദികൻ നമ്മെ മാമോദീസ മുക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്നയാൾ, ചാക്കോ അല്ലെങ്കിൽ ത്രേസ്യ മാമോദീസ മുക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ആരംഭിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്നോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്നോ പറഞ്ഞുകൊണ്ടാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പറ്റി നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാനായി ശ്രമിക്കാം. ആദ്യമായി പിതാവായ ദൈവം. നമുക്കറിയാം, ത്രിത്വത്തിലെ ഒന്നാമത്തെ ആളാരാണ്? പിതാവായ ദൈവം. ഈ പ്രപഞ്ചവും അതിലെ സമസ്തവും സൃഷ്ടിച്ചതാരാണ്? പിതാവായ ദൈവം. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം സകലത്തിന്റെയും അധികാരിയാണ്, സകലത്തെയും പരിപാലിക്കുന്നവനാണ്. അവിടുന്ന് നന്മയും സ്നേഹവും കരുണയും നിറഞ്ഞവനാണ്. ഈ പ്രപഞ്ചം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താലും കാരുണ്യത്താലുമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ദൈവത്തെ നാം പിതാവ് എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് പിതൃഭാവം മാത്രമാണോ ഉള്ളത്? അല്ല. പിതാവിനെ പോലെ അവിടെ നമ്മെ സ്നേഹിക്കുമ്പോഴും മാതൃവാത്സല്യത്തോടെ നമ്മെ കരുതുവാനും അവിടുത്തെ സാധിക്കും. ദൈവത്തിന്റെ പിതൃത്വം മാതൃത്വത്തിന്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു പിതാവിനെ പോലെ ദൈവം നമ്മെ സ്നേഹിക്കുമ്പോഴും ഒരു അമ്മയെ പോലെ നമ്മെ കരുതാൻ, നമ്മെ ചേർത്ത് നിർത്താൻ, നമ്മെ മനസ്സിലാക്കാൻ, നമ്മുടെ വേദനകൾ തിരിച്ചറിയാൻ, നമ്മെ ആശ്വസിപ്പിക്കാൻ എല്ലാം ദൈവത്തിന്റെ മാതൃഭാവത്തിന് കഴിയും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്ഭവം ദൈവത്തിൽ നിന്നാണെങ്കിലും അവരുടെ സ്നേഹത്തിന് പരിമിതികളില്ലേ? നാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മെ കുറ്റപ്പെടുത്താനും നമ്മെ ഒറ്റപ്പെടുത്തുവാനും
നമ്മെ മാറ്റി നിർത്താനും ഈ ഭൂമിയിലെ നമ്മുടെ മാതാപിതാക്കൾ തയ്യാറായാലും നമ്മെ മാറ്റി നിർത്താത്ത, നമ്മെ കുറ്റപ്പെടുത്താത്ത, നമ്മുടെ കുറവുകൾ മറന്ന് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അംഗീകരിക്കുന്ന ദൈവമാണ് പിതാവായ ദൈവം. ദൈവത്തിന് മാത്രമേ അതിന് കഴിയൂ. അതെന്താണെന്ന് അറിയാമോ? കാരണം അവിടുന്ന് മനുഷ്യനല്ല, ദൈവമാണ് എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നത് പിതാവായ ദൈവമാണ്. അവിടുന്ന് പറയുന്നു, ഇസ്രായേൽ എന്റെ ഏകജാതനായ പുത്രനാണ്. ഏകജാതൻ എന്ന് വെച്ചാൽ എന്താണ്? മൂത്ത പുത്രൻ, ആദ്യത്തെ മകൻ. അപ്പോൾ ഇസ്രായേലിനെ അത്രയധികം കരുതലോടെ സ്നേഹിച്ച് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവരുടെ കൂടെ നടന്ന ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച ദൈവമാണ് പിതാവായ ദൈവം. ഇസ്രായേൽ ദിനത്തിന് സീനായ് മലയിൽ വെച്ച് ദൈവം നൽകിയ കൽപ്പനകളിൽ ആദ്യത്തേത് എന്താണെന്ന് അറിയാമോ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇത് തന്നെയായിരുന്നു ഇസ്രായേൽ ദിനത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസവും. നമ്മുടെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. പിതാവായ ദൈവം ആദ്യമായി തന്റെ പേര് വെളിപ്പെടുത്തി കൊടുത്തത് മോശയ്ക്കാണ്. എവിടെ വെച്ചാണെന്ന് അറിയാമോ? എരിയുന്ന മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം മോശയ്ക്ക് തന്റെ പേര് വെളിപ്പെടുത്തിയത് യാഹ്വേ എന്നാണ്. യാഹ്വേ എന്നത് ഒരു ഹീബ്രു പദമാണ്. ഇതിന്റെ അർത്ഥം ഞാനാകുന്നവൻ ആകുന്നു എന്നാണ്. യാഹ്വേ എന്നാൽ ഞാനാകുന്നവൻ ആകുന്നു എന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ അവിടുന്ന് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. മിഥ്യാദൈവമാരെ ഉപേക്ഷിച്ച് ഏകദൈവമായ തന്നിലേക്ക് തിരിച്ചു വരുവാൻ പ്രവാചകന്മാർ വഴിയും ദൈവം ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പഴയ ദൈവജനതയ്ക്ക് ദൈവത്തെ ഭയമായിരുന്നു. ബഹുമാനം മൂലം ഇസ്രായേലിൽ ദൈവനാമം ഉപയോഗിച്ചിരുന്നില്ല. പകരം അദോനായി, കർത്താവ് എന്നാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ദൈവം പിതാവാണെന്ന് യേശു വെളിപ്പെടുത്തി. അവിടുന്ന് പറയുന്നു, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തിരുമനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നതുകൊണ്ട് മാത്രം പിതാവായ ദൈവം സംതൃപ്തനായില്ല. വീണ്ടും ദൈവം പറഞ്ഞതനുസരിക്കാതെ പാപത്തിൽ മുഴുകി ജീവിച്ച ദൈവജനതയെ രക്ഷിക്കുന്നതിനായി ദൈവം തന്റെ ഏകജാതനെ സ്വർഗത്തിന്റെ മഹിമയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യന്റെ രൂപം ധരിച്ച് അയക്കുവാൻ തിരുമനസ്സാകുന്നു. ആരാണ് ദൈവത്തിന്റെ ഏകജാതൻ? പുത്രനായ യേശുക്രിസ്തു. ദൈവം യേശുക്രിസ്തുവിനെ മനുഷ്യരക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. അടുത്ത് നാം കാണുന്നത് പുത്രനായ ദൈവത്തെ പറ്റിയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ ആരാണ്? പുത്രനായ യേശുക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ ഏകജാതനാണ് പുത്രനായ അവിടുന്ന്. നമുക്കറിയാം, പഴയ നിയമം നാം വായിക്കുമ്പോൾ പല പ്രവാചകന്മാരും ഒരു രക്ഷകൻ വരുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണം ആരിലാണ് വന്നു നിൽക്കുന്നത്? യേശുക്രിസ്തുവിലാണ്. ഒരു രക്ഷകൻ വരുമെന്ന പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ആര്? രക്ഷകനായ യേശുക്രിസ്തു. മനുഷ്യരുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ജന്മമെടുത്തവനുമാണ് അവിടുന്ന്. യേശുക്രിസ്തുവിന്റെ ജന്മത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. വചനം മാംസമായി ജനിച്ചവനാണ് രക്ഷകനായ യേശുക്രിസ്തു. യേശു ജനിച്ചത് ആരുടെയൊക്കെ ഭരണകാലത്താണ്? ഹെറോദോസ്, അഗസ്റ്റസ് സീസർ എന്നിവരുടെ ഭരണകാലത്താണ് യേശുക്രിസ്തു ജനിച്ചത്. ഒരു ഇസ്രായേൽ പുത്രിയിൽ നിന്ന് ഒരു യഹൂദനായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ എളിമയിൽ അവിടുന്ന് മനുഷ്യനായി വന്ന് പിറക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജന്മത്തോടെ കാലിത്തൊഴുത്തിൽ സ്വർഗീയ മഹിമ പ്രകാശിതമാവുകയാണ്. കാരണം എന്താ? ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ മനുഷ്യരക്ഷാർത്ഥം വന്ന് പൂജാതനായത്. യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ എത്ര സ്വഭാവങ്ങളാണുള്ളത് അറിയാമോ? പിതാവിൽ നിന്ന് ലഭിച്ച ദൈവ സ്വഭാവവും മനുഷ്യനായി അവതരിച്ചപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ലഭിച്ച മാനുഷിക സ്വഭാവവും ഒരു വ്യക്തിയിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ജഡധാരിയായ യേശുക്രിസ്തുവിൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവമുണ്ട്.
അത് രണ്ടും നമുക്ക് മാറ്റി നിർത്താനാകില്ല. യേശുവിന് ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. ജഡധാരിയായ, അതായത് മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിലെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും നമുക്ക് വിഭജിക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, ദൈവപുത്രനായ യേശുക്രിസ്തു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു പുത്രൻ പരിശുദ്ധാത്മാവിനാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്ത് പേരാണ് ആ കുഞ്ഞിന് നൽകാനായി പറഞ്ഞത്? യേശു എന്നാണ് അല്ലേ? യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവം രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്ന നാമമാണ് യേശു. നസ്രത്തിൽ അമ്മയായ മറിയത്തോടും വളർത്തുപിതാവായ ജോസഫിനോടുമൊപ്പം ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും യേശു വളർന്നു വന്നു. നാമും അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ വിധേയരായി ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബുദ്ധിയും വിവേകവും അറിവും ബാക്കി എല്ലാ തലങ്ങളിലും അതിൻ്റെതായ പക്വത നമ്മിൽ വളർന്നു വരണം. ദൈവത്തോടൊപ്പമാണ് നാം ജീവിക്കുന്നതെങ്കിൽ യേശുക്രിസ്തു നസ്രത്തിലെ ഭവനത്തിൽ വളർന്നു വന്നതുപോലെ നമ്മെയും നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം സഹായിക്കും. യേശുവിൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ക്രിസ്തു, മിശിഹ, യേശു, ഈശോ എന്നൊക്കെ നാം പറയാറുണ്ട്. ക്രിസ്തു എന്ന വാക്കിനർത്ഥം അഭിഷിക്തൻ അഥവാ മിശിഹ എന്നാകുന്നു. യേശു ക്രിസ്തു ആകുന്നു. ദൈവം യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത് ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിനാലുമാണ്. ദൈവം എന്തിനായിരിക്കും യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തയച്ചത്? ദൈവത്തിന്റെ ജീവൻ, ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വീണ്ടും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ചത്. അടുത്തതായി യേശുവിനെ സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവപുത്രൻ. നമുക്കറിയാം, ദൈവത്തിന്റെ ഏകജാതൻ പിതാവിന്റെ പ്രിയപുത്രനാണ് യേശുക്രിസ്തു. അപ്പോ ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവപുത്രൻ. ദൈവപുത്രനായ അവിടുന്ന് ദൈവം തന്നെയാണ്. വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശുക്രിസ്തു ജനങ്ങൾ താൻ ആരാണെന്ന് പറയുന്നത് ചോദിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി വിശുദ്ധ പത്രോസ് ഏറ്റുപറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നമുക്ക് വ്യക്തമാണ്, സ്വർഗം വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനായ മിശിഹായാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഒരു ക്രിസ്ത്യാനി യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. യേശു പിതാവിന്റെ ദൈവിക ജീവനിൽ പങ്കുചേരുന്നവനും ആ ദൈവിക ജീവൻ മനുഷ്യന് നൽകുവാൻ അയക്കപ്പെട്ടവനുമാണ്. ദൈവിക ജീവൻ എന്ന് വെച്ചാൽ നിത്യജീവനാണ്. എന്താണ് നിത്യജീവൻ? ഈ ഭൂമിയിൽ നാം ജീവിച്ച് മരിക്കും. എന്നാൽ നമ്മുടെ മരണശേഷം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നമുക്കൊരു ജീവിതമുണ്ടെന്ന് ക്രൈസ്തവരായി നാം വിശ്വസിക്കുന്നു. ആ ജീവിതമാണ് നാം പറയുന്നത് നിത്യജീവൻ. അവിടെ നമുക്ക് മരണമില്ല. നിത്യമായി നാം ദൈവത്തോടൊപ്പം ജീവിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഒന്നായി തീരുക, ദൈവവുമായി ബന്ധം സ്ഥാപിക്കുക, ദൈവത്തോടൊപ്പമായിരിക്കുക എന്നതാണ്. പരിശുദ്ധ സുവിശേഷം പറയുന്നതനുസരിച്ച് ഏക സത്യദൈവമായ അവിടത്തെയും അവിടെ നയിച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തെയും പിതാവായ ദൈവം നമുക്ക് ദൈവിക ജീവൻ നൽകുവാനായി അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക, സ്നേഹിക്കുക, അവിടുന്നുമായി ബന്ധം സ്ഥാപിക്കുക, അവിടുന്നുമായി ഒന്നായി ജീവിക്കുക. ഇതാണ് നിത്യജീവൻ എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്.
ചുരുക്കി പറഞ്ഞാൽ ദൈവപുത്രനെ വിശ്വസിക്കുക എന്നാൽ ദൈവവുമായും മനുഷ്യരുമായി ബന്ധം സ്ഥാപിച്ച് ഐക്യത്തിലായിരുന്ന് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുക എന്നതാണ് അർത്ഥം. ദൈവിക ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായും മനുഷ്യനുമായും നല്ലൊരു ബന്ധത്തിലായി ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക എന്നാണ് അർത്ഥം. അടുത്തതായി കർത്താവ്. ദൈവിക പരമാധികാരത്തെ സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന പദമാണ് കർത്താവ്. യേശു തന്റെ ഈ ലോക ജീവിതകാലത്ത് സാത്താന്റെ മേലും പ്രകൃതിയുടെ മേലും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും അവിടത്തേക്ക് സർവാധിപത്യം ഉണ്ട് എന്ന് തെളിയിച്ചു. അവിടുത്തെ സർവാധിപത്യത്തെ, ദൈവത്തിന്റെ സർവാധിപത്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അല്ലെങ്കിൽ നാമമാണ് കർത്താവ് എന്നത്. നമുക്കറിയാം, ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. അവിടെ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം സാത്താൻ ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ പരീക്ഷിക്കുന്നുണ്ട്. ആ പരീക്ഷണത്തിന്റെ അവസാനത്തിൽ എന്ത് പറയുമ്പോഴാണ് സാത്താൻ ഈശോയെ വിട്ടു പോകുന്നത്? സാത്താനെ, നീ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. തക്ഷണം പിശാച് അവനെ വിട്ടുപോയി എന്നാണ് തിരുവചനം പറയുന്നത്. ഇത് പിശാചിന്റെ മേൽ, സാത്താന്റെ മേൽ, തിന്മയുടെ മേൽ കർത്താവിന് പരമാധികാരം ഉണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് നൽകുന്നു. പ്രകൃതിയുടെ മേൽ ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നോ? അതിന് തെളിയിക്കുന്ന ഏതെങ്കിലും സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയും. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന സംഭവം. അവിടെ യേശു കാറ്റിനോട് അടങ്ങുക എന്നും കടലിനോട് ശാന്തമാവുക എന്ന് പറയുമ്പോൾ കാറ്റ് ശമിക്കുന്നു, കടൽ ശാന്തമാകുന്നു. അപ്പോൾ സാത്താന്റെ മേൽ മാത്രമല്ല, പ്രകൃതി ശക്തികളുടെ മേലും ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നു. ഇനി പാപത്തിന്റെ മേൽ ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പല രോഗികളെയും യേശു അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവർക്ക് രോഗസൗഖ്യം കിട്ടിയിരുന്നത്. തളർവാദ രോഗിയോട് ഈശോ പറയുന്നത് എന്താണ്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പോൾ സാത്താന്റെ മേലും പ്രകൃതിയുടെ മേലും പാപത്തിന്റെ മേലും ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നു. ഇനി അവസാനമായി മരണത്തിന്റെ മേൽ ഈശോയ്ക്ക് അധികാരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ 3 പേരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. വളരെ പ്രത്യേകമായി മരിച്ച് അടക്കം ചെയ്ത് 3 ദിവസങ്ങൾക്ക് ശേഷം ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം നമുക്കറിയാം. അവിടെ കല്ലറയുടെ കല്ല് എടുത്തു മാറ്റിയതിനു ശേഷം പുറത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പറയുന്നത് എന്താണ്? ലാസറെ, നീ പുറത്തു വരൂ. മരിച്ച് കടന്ന ലാസർ അവിടെ എന്ത് ചെയ്യുവാണ്? ജീവനുള്ളവനായി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സാത്താന്റെ മേലും പ്രകൃതിയുടെ മേലും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഈശോയ്ക്ക് അധികാരമുണ്ടായിരുന്നു. ഈശോയുടെ പരമാധികാരത്തെ സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന നാമമാണ് കർത്താവ് എന്നത്. യേശു തന്റെ കുരിശുമരണത്തിലൂടെ പാപത്തിന്റെയും മരണത്തിന്റെയും ലോകത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദൈവത്വം തെളിയിക്കുന്നു. അങ്ങനെ അവിടുന്ന് ലോകത്തിന്റെയും ചരിത്രത്തിന്റെയും കർത്താവായി. യേശുക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുന്നവരെല്ലാം യേശുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നവരാണ്. യേശുവിനെ ദൈവമായി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ നാം അവിടുത്തെ ദൈവമായി അംഗീകരിക്കുന്നു. യേശു കർത്താവാണെന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നും ദൈവം മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്നും യേശു തന്റെ ഈ ലോക ജീവിതകാലത്ത് വ്യക്തമായി മനുഷ്യന് മനസ്സിലാക്കി തന്നു. അവിടുന്ന് ശിഷ്യന്മാരെ വിളിച്ചു, അവരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു, സഭ സ്ഥാപിച്ചു. തന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴി ലോകത്തിന് മുഴുവൻ രക്ഷ പ്രദാനം ചെയ്തു.
സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഈശോ ആരെയാണ് ഏൽപ്പിച്ചത്? വിശുദ്ധ പത്രോസ്ലീഹായെ. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. മനുഷ്യന്റെ വിമോചനത്തിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. ബെത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് കാൽവരിയിൽ കുരിശിൽ നമുക്കായി മരിച്ച് ഇമ്മാനുവേലായ യേശുക്രിസ്തുവിനെയാണ് പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ നാം ഓരോരുത്തരും സ്വീകരിക്കുന്നത്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ അല്ലെ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ ഈശോയും ഞാനും ഒന്നായി തീരുകയാണ്. മിശിഹ എന്നത് ഹീബ്രു പദമാണ്, ക്രിസ്തു എന്നത് ഗ്രീക്ക് പദമാണ്. എന്നാൽ യേശു എന്നതോ അതൊരു സുറിയാനി വാക്കാണ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവായ ദൈവത്തെ പറ്റിയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ എത്രാമത്തെ ആളാണ് പരിശുദ്ധാത്മാവായ ദൈവം? മൂന്നാമത്തെ ആളാണ്. നാം ആദ്യമേ കണ്ടു, പരിശുദ്ധാത്മാവായ ദൈവം ഈ ലോകത്തിൽ വെളിപ്പെടുത്തപ്പെട്ടത് ചില പ്രതീകങ്ങളിലൂടെയാണ്. പരിശുദ്ധാത്മാവ്, ജലം, അഗ്നി, മേഘം തുടങ്ങിയ നിലകളിലൊക്കെ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് പരിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പിതാവിനും പുത്രനുമുള്ള അതേ ദൈവിക സ്വഭാവം തന്നെയുള്ള വ്യക്തിയാണ് ആര്? പരിശുദ്ധാത്മാവായ ദൈവം. ദൈവം തന്റെ ആത്മാവിനെ സമൃദ്ധമായി നമ്മിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പിതാവ് അയച്ച അവിടുത്തെ പുത്രന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ദൈവമാണ്. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവായ ദൈവം വസിക്കുന്നുണ്ട്. നാം പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആലയമാണ്. ഈ ആത്മാവിനെയാണ് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നാം സ്വീകരിക്കുന്നത്. ഈ ആത്മാവ് തന്നെയാണ് പരിശുദ്ധമായ കൂദാശകളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്നത്. നാം ആദ്യമേ കണ്ടു, ജലം തളിക്കുമ്പോഴും വൈദികൻ ആശീർവദിക്കുന്ന സമയത്തും ഒക്കെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം സമൃദ്ധമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യനിൽ എന്തൊക്കെ നന്മയുണ്ടോ അതെല്ലാം അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, ദയ കാണിക്കുന്നുണ്ടെങ്കിൽ, കരുണ കാണിക്കുന്നുണ്ടെങ്കിൽ, ഔദാര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം എന്താണ്? പരിശുദ്ധാത്മാവ് അവനിൽ വസിക്കുന്നു എന്നതിന്റെ പ്രതിഫലനങ്ങളാണ് കാണുന്നത്. നാം നന്മ ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നതുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമ്മിൽ ഉള്ളതുകൊണ്ടാണ്. നമ്മെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമാണ്. നന്മയുടെ സ്വരമായി, നന്മയിലേക്കുള്ള പ്രചോദനമായി നമ്മെ നയിക്കുന്നത്, നമ്മെ വിശുദ്ധീകരിക്കുന്നത്, നമ്മെ വഴി നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ്. നമ്മെ വിശുദ്ധിയിൽ വളർത്തുന്നതും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും തിന്മയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഇനി വളരെ പ്രത്യേകമായ കാര്യം, നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ ദൈവാത്മാവിലൂടെ അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് പോലും ആരുടെ സഹായത്താലാണ്? പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹായത്താലാണ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്, ദൈവാത്മാവിന്റെ സഹായമില്ലാതെ ഒരു മനുഷ്യന് ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ദാനങ്ങളും ഫലങ്ങളും നമ്മിൽ നിറയാനായിട്ട് നാം
പിതാവ് അയച്ച പുത്രൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മിൽ നിത്യമായി വസിക്കണം. കാരണം എന്താണ്? നല്ലൊരു ക്രിസ്ത്യാനിയായി നാം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപാവരം, പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മില്ലെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ നിത്യം നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ഒരു സഹായകനെ അവൻ നിങ്ങളിലേക്ക് അയക്കും. ആ സത്യാത്മാവ് വരുമ്പോൾ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നമ്മിൽ ഉള്ളത് ദൈവത്തിന്റെ അനന്തമായ ദാനവും ഔദാര്യവുമാണ്. അതിൽ നാം അഹങ്കരിക്കാൻ പാടില്ല. നാം എളിമയോടെ അത് സ്വീകരിക്കണം, വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യണം. അത് നമ്മെ നിലനിർത്തുന്നതിന് വേണ്ടി നിരന്തരം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകളിൽ ബോധപൂർവം പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. നാം കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ കൈകൾ നാം മുകളിലേക്കും താഴേക്കും ഇടത് സൈഡിലേക്കും വലത് സൈഡിലേക്കും ഒക്കെ ചലിപ്പിക്കും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുരിശ് വരയുടെ സാരാംശത്തെ പറ്റിയാണ് നാം ഇപ്പോൾ കാണുന്നത്. നാം കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ആദ്യത്തെ 3 വിരലുകൾ ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്നു. അതെന്തിനാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ഒരു ദൈവം, ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവത്തെ സൂചിപ്പിക്കാനാണ് നാം 3 വിരലുകൾ ഒന്നായി ചേർത്ത് വെച്ച് കുരിശ് വരയ്ക്കാനായി പിടിക്കുന്നത്. ഇനി എന്താണ് നാം ചെയ്യുന്നത്? നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കാണ് നമ്മുടെ കൈ ചലിപ്പിക്കുന്നത്. അതെന്തിനാണ്? ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യരെ രക്ഷിക്കുന്നതിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ സൂചിപ്പിക്കാനാണ് നാം നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്ക് കുരിശ് വരയ്ക്കുന്നത്. അടുത്തതായി നാം ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്കാണ് നമ്മുടെ കൈ ചലിപ്പിക്കുന്നത്. അതെന്തിനാണ്? പാപം മൂലം ദൈവത്തിന്റെ ഇടതുഭാഗത്തായിരുന്ന മനുഷ്യമക്കളെ രക്ഷിച്ച് തന്റെ വലതുവശത്തേക്ക് കൊണ്ടുവന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്ക് നാം നമ്മുടെ കൈ ചലിപ്പിക്കുന്നത്. മനസ്സിലായോ? യേശുക്രിസ്തുവിലൂടെ നമുക്ക് കൈവന്ന രക്ഷ സൂചിപ്പിക്കാനാണ് നമ്മുടെ കൈകൾ നാം കുരിശാകൃതിയിൽ ചലിപ്പിക്കുന്നത്. ഇനി രക്ഷയുടെ അടയാളം എന്താണ്? കുരിശാണ്. ഒരു കുരിശു കണ്ടാൽ നാം ക്രിസ്തുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും അനുസ്മരിക്കും. കാരണം എന്താണ്? തന്റെ കുരിശു മരണത്തിലൂടെയാണ് യേശുക്രിസ്തു നമുക്ക് എല്ലാവർക്കും രക്ഷ നേടിത്തന്നത്. യഹൂദരുടെ കാലഘട്ടത്തിൽ ഏറ്റവും അപമാനകരമായ ശിക്ഷാവിധിയായിരുന്നു കുരിശുമരണം. എന്നാൽ പാപം ചെയ്യാത്ത യേശുക്രിസ്തു കുരിശുമരണം വരിക്കുക വഴി അപമാനത്തിന്റെ ചിഹ്നമായിരുന്ന കുരിശിനെ രക്ഷയുടെ ചിഹ്നമാക്കി മാറ്റി. രക്ഷയുടെ ചിഹ്നമായ കുരിശ് വൈദികൻ വരച്ച് ആശീർവദിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യരിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആ കുരിശിലൂടെ നമുക്ക് നൽകുന്ന അനുഗ്രഹം നാം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? നാം നമ്മുടെ ശരീരത്തിൽ കുരിശടയാളം വരച്ചുകൊണ്ടാണ് വൈദികൻ നൽകുന്ന കുരിശിന്റെ അനുഗ്രഹം നാം സ്വീകരിക്കുന്നത്. നാം കുരിശ് വരയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുക? ദൈവാനുഗ്രഹം നാം സ്വീകരിക്കുന്നതോടൊപ്പം നമ്മെ തന്നെ നാം വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കുരിശ് വരയ്ക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ത്രിത്വനാമം നാം എപ്പോഴൊക്കെ ഉച്ചരിക്കുന്നുവോ അപ്പോഴും, ശ്ലീബ എന്ന് നാം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുവോ ഉച്ചരിക്കുന്നുവോ അപ്പോഴും നാം എന്ത് ചെയ്യണം? കുരിശ് വരയ്ക്കണം. കുരിശ് രക്ഷയുടെ അടയാളമാണ്. നാം കുരിശ് വരയ്ക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാനാണ്. നാം നമ്മുടെ മേൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാം മറ്റുള്ളവരുടെ മേൽ കുരിശ് വരയ്ക്കുമ്പോൾ അവരെ നാം അനുഗ്രഹിക്കുന്നു. മറ്റ് വസ്തുക്കളുടെ മേൽ കുരിശ് വരയ്ക്കുമ്പോൾ അവയൊക്കെ നാം അനുഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക്
വൈദികൻ പലതവണ ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് നമ്മെ ആശീർവദിക്കുന്നുണ്ട് അല്ലേ? അതെന്തിനാണ്? ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നമുക്ക് നൽകാനാണ്. നാം അത് സ്വീകരിക്കുന്നത് കുരിശ് വരച്ചുകൊണ്ടാണ്. ഇനി വൈദികൻ നൽകുന്ന ആശീർവാദത്തിന് പൗരോഹിത്യ ആശീർവാദം എന്നും മെത്രാനോ മാർപ്പാപ്പയോ നൽകുന്ന ആശീർവാദത്തിന് ശ്ലൈഹിക ആശീർവാദം എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇനി നാം കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ പരിശുദ്ധ ത്രിത്വത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ത്രിയേക ദൈവത്തെ നാം അനുസ്മരിക്കണം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനാണ് നാം കുരിശ് വരയ്ക്കുന്നത് നാം ഓർക്കണം. ബോധപൂർവം ദൈവാനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നാം ജീവിക്കണം. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും പരിശുദ്ധ ത്രിത്വത്തിലൂടെ നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ ദിവസത്തിൽ നാം പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ശുശ്രൂഷകളിലൂടെയും ഒക്കെയും അനുസ്മരിക്കുമ്പോഴും ദൈവത്തെ നാം മഹത്വപ്പെടുത്തണം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.